അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റഡ് ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വാക്സ് വേണം, സോയ ആൻഡ് പാരഫിൻ വാക്സ് ആണ് എടുത്തേക്കണത്. പിന്നെ കളറുകൾ, ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ 2 മോൾഡ് എടുത്തിട്ടുണ്ട് മോഡലിന് വേണ്ടിയിട്ട്. പിന്നെ വിക്ക് വേണം, ത്രെഡ് വേണം. പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് 2 സ്മെല്ല്, ഇഷ്ടമുള്ള സ്മെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പെൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത് ഇന്ന സാധനങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കപ്പോൾ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ വാക്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യമില്ല എന്ന് ഉറപ്പുള്ള പാത്രം, അതായത് ഉപയോഗിച്ച് നാശമായി അന്ന് ഹോളൊന്നും ഇല്ലാത്ത പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. ആ പാത്രത്തിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. ഉള്ളിലെ വെള്ളം തിളച്ചിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ നേരിട്ട് അത് ചൂടാക്കരുത്. ഇത് മെൽറ്റായി വരുന്ന അത്രയും സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മോൾഡിൽ തിരി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചെടുക്കാം. അത്രയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മെൽറ്റ് ചെയ്ത് വരാനുള്ള അത്രയും നമുക്ക് സമയം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഇത് മെൽറ്റായി വന്ന നേരം കൊണ്ട് നമ്മളതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കളറിൽ ചെയ്യുന്നുണ്ട്. ആദ്യം യെല്ലോ എടുത്തു എന്ന് മാത്രം, ആ കളറിൽ ഞാൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഫ്രാഗ്രൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. മോൾഡിൽ ഞാൻ ആദ്യം യെല്ലോ കളർ ഇട്ടിട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് വേറൊരു കളർ കൂടിയും ചെയ്യുന്നത് കാണാം. അടിപൊളിയായിട്ടത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു ബബിൾ വരും. അത് കാരണം കൊണ്ട് ജസ്റ്റ് നമ്മളൊന്നൊരു എന്താ പറയുക, ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് ചെയ്തിട്ട് യെല്ലോ കളറിലും പിന്നെ ഇങ്ങനെ ഒരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡിലുള്ളതാണ് ഞാൻ ആക്കിയത്. ഇത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാൽ അതൊന്ന് സെറ്റായി വരാനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് വരിക കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, നമ്മുടെ മുകളിൽ തിരിയുള്ള ഭാഗം ഇത്ര വലിയ തിരിയുടെ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഏത് അളവിലാണോ നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നല്ല അടിപൊളി മണമാണ് മക്കളെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകൾ ആഡ് ചെയ്യാം. ലാവൻഡർ ആഡ് ചെയ്യാം, റോസ് ആഡ് ചെയ്യാം, ഇഷ്ടപ്പെട്ട സ്മെല്ലുകൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലുള്ള ഉപയോഗിച്ചിരിക്കുന്ന എല്ലാത്തിലും പല ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല മണമാണ് മക്കളെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയാന്ന് നോക്കണല്ലോ, ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. കത്തിച്ചോന്നിട്ട് നോക്കാലും കത്തുണ്ടോന്ന്. സക്സസ് സൂപ്പർ.